തിരുവനന്തപുരം കരമനയാറ്റിൽ നഷ്ടപ്പെട്ട സ്വർണ്ണമാല 1.5 മണിക്കൂറിനുള്ളിൽ തപ്പിയെടുത്ത് ഉടമയ്ക്ക് നൽകി ഫയർഫോഴ്സ് സ്കൂബ ടീം. കരമന തെലുങ്കുചെട്ടി സ്വദേശി സന്തോഷിന്റെ 4 പവന്റെ സ്വർണ്ണമാലയാണ് കഴിഞ്ഞ ദിവസം കരമനയാറ്റിൽ നഷ്ടമായത്. മാല കണ്ടെത്താൻ സന്തോഷ് ആറ്റിൽ മുങ്ങിത്തപ്പിയെങ്കിലും മാല കിട്ടിയില്ല. പിന്നീടാണ് സ്കൂബ ടീമിന്റെ ഇടപെടൽ വിജയം കണ്ടത്. സ്വന്തം സഹോദരി നൽകിയ സ്വർണ്ണമാല നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞ സഹോദരന് താങ്ങാനാവുന്നതല്ല മാല നഷ്ടമായത്. കുളിക്കുന്നതിനിടെയാണ് കരമന തെലുങ്കുചെട്ടി തെരുവ് സ്വദേശി സന്തോഷിന്റെ 4 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കരമനയാറ്റിൽ നഷ്ടമായത്. തിരഞ്ഞെങ്കിലും അത് കിട്ടിയില്ല. തുടർന്ന് വിവരം നെടുങ്കാട് വാർഡ് കൗൺസിലർ കരമന അജിത്തിനെ അറിയിക്കുകയായിരുന്നു. കൗൺസിലർ തിരുവനന്തപുരം ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. വ്യാഴാഴ്ച പൊങ്കാല ഡ്യൂട്ടിയിലുണ്ടായ ഫയർഫോഴ്സ് നിവേദ്യത്തിന് ശേഷം കടവിലേക്കെത്തി. 2 ആൾ താഴ്ചയിൽ വെള്ളമുണ്ടായിരുന്ന കരമനയാറ്റിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KB സുഭാഷിന്റെ നേതൃത്വത്തിൽ ഓഫീസർമാരായ P അനു, SP അനു, രതീഷ്, KS അജയൻ എന്നിവർ ചേർന്ന് പരിശോധന നടത്തി. ചെളിയിൽ ആഴ്ന്നുകിടന്ന നിലയിൽ സ്വർണ്ണമാല സംഘം കണ്ടെത്തി. മാല കിട്ടിയതോടെ സന്തോഷിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും സ്കൂബ ടീം തന്നെ മാല സന്തോഷിന്റെ കഴുത്തിൽ അണിയിക്കുകയുമായിരുന്നു. മാല കിട്ടിയ സന്തോഷത്തിൽ ATMയിലേക്ക് ഓടിയ സന്തോഷ് കൈനിറയെ പണവുമായി എത്തിയെങ്കിലും ഒരു ചായ പോലും പ്രതിഫലമായി വാങ്ങാതെ ഫയർഫോഴ്സ് സംഘം സന്തോഷം പങ്കുവെച്ച് മടങ്ങി. ജനം, തിരുവനന്തപുരം.